പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. തൻ്റെ ഇഷ്ടനടനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് ആദ്യ ചിത്രത്തിൽ തന്നെ അവതരിപ്പിച്ചത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒടിയൻ എന്ന വലിയ പരാജയ ചിത്രത്തിന് ശേഷം മോഹൻലാൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ സിനിമയായിരുന്നു ലൂസിഫർ. മുരളി ഗോപിയുടെ രചനയിൽ പിറന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ, വിവേക് ഒബ്റോയ്, ടൊവിനോ തോമസ് തുടങ്ങിയ വമ്പൻ താരനിര ഒന്നിച്ചിരുന്നു. ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി ലൂസിഫർ മാറി. ആദ്യ ഭാഗത്തേക്കാൾ വലിയ രീതിയിലാണ് പൃഥ്വിരാജ് എമ്പുരാൻ അണിയിച്ചൊരുക്കുന്നത്. ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാവുന്നുണ്ട്. മാർച്ച് 27 എമ്പുരാൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. എമ്പുരാനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒന്നാം ഭാഗത്തിൽ ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായി എത്തിയ ടൊവിനോ തോമസ്. എമ്പുരാനെക്കുറിച്ച് സംവിധായകൻ പൃഥ്വിരാജിന് വ്യക്തമായ ധാരണയുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ യാതൊരു ടെൻഷനുമില്ലായിരുന്നുവെന്നും ടൊവിനോ പറയുന്നു. ലൂസിഫർ പോലെ രോമാഞ്ചം തോന്നുന്ന സീനുകൾ എമ്പുരാനിലും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമയെക്കുറിച്ച് പൃഥ്വിരാജിന് നല്ല ധാരണയുണ്ട്. എന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നും വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചം തോന്നുന്ന സീനുകൾ എമ്പുരാനിലും എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന സിനിമ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായാണ് ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ജനുവരി 25 ചിത്രത്തിൻ്റെ ഒരു ടീസർ പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും പുതിയ വിവരം.